സ്ത്രീധന പ്രശ്നത്തിന്റെ പേരിലാണ് വിനീതയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായതെങ്കിൽ അതൊരു വലിയ ക്രൈമാ. അതിന് കാരണക്കാരായ ആരെയും നമ്മൾ വെറുതെ വിടില്ല വിനോദ്. അവിടെ എന്താ സംഭവിച്ചതെന്ന് ഇനി നമുക്കറിയാനൊക്കെ ഇല്ലല്ലോ. അവരാരും ഒരിക്കലും സത്യം പറയില്ല. ഇനി പറഞ്ഞിട്ടെന്താ? ഇഷ്ടപ്പെടാനുള്ളതെല്ലാം പോയില്ലേ? അങ്ങനെ നമുക്ക് സമാധാനിക്കാൻ പറ്റില്ല. സംഭവിച്ചെന്താണെന്ന് നമ്മൾ കണ്ടെത്തും വിനോദ്. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെ ഈ നാട്ടിലുള്ളവരെ സംരക്ഷിക്കും? ഹലോ ജെഡി. സർ, ഒരു പ്രശ്നമുണ്ട്. എന്താ? സോറി, വിനീത മരണപ്പെട്ടു. വിനോദിനെ ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചോളാം. ആ, ഓക്കെ സർ. വിനീതയുടെ മരണം ഒരു സാധാരണ ആത്മഹത്യ അല്ല സർ. അതിന്റെ പിന്നിലും എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട്. ലോക്കൽ പോലീസിനെ മുൻനിർത്തി എന്തായാലും നമ്മുടെ രീതിയിൽ കൂടി ഒരു അന്വേഷണം നടത്തണം. നിങ്ങളെ രണ്ടുപേരും വിനോദിനൊപ്പം തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാകും സർ. പക്ഷേ ലോക്കൽ പോലീസിന്റെ അന്വേഷണം ഏത് രീതിയിലാവൂന്ന് ഉറപ്പില്ല. പ്രദീപിന്റെ വീട്ടുകാര് വളരെ സ്വാധീനവും സമ്പത്തും ഉള്ള ആൾക്കാരാ. അന്വേഷണം അവർക്ക് അനുകൂലമായ രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. കേസ് ആരൊക്കെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിച്ചാലും ജേഡിയുള്ളിടത്തോളം കാലം അത് നടക്കില്ലെന്ന് എനിക്കറിയാം. ജേഡി വിചാരിച്ചാൽ സത്യം കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. അവര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷ വാങ്ങിക്കൊടുത്തിരിക്കും. അതിന് നിങ്ങൾക്ക് വേണ്ട എന്ത് സഹായം ചെയ്യാനും ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. താങ്ക് യു സർ. ഓക്കെ, ശരി സിസ്റ്റർ. ജോർജ് സാറിന്റെ പൂർണ്ണ സപ്പോർട്ട് നമുക്കൊപ്പം ഉണ്ട്. തെറ്റിയതവർ ശിക്ഷിക്കപ്പെടണം ദുർഗ. ഭർത്തൃ വീട്ടിൽ പീഡനം അനുഭവിക്കുന്ന വിനീതയെ പോലുള്ള ഒരുപാട് പെൺകുട്ടികൾക്ക് വേണ്ടി നമുക്കത് ചെയ്യണം. മിനിസ്റ്റർ സാറ് ഡോക്ടറെ വിളിച്ചിരുന്നു. ഇവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം നമ്മൾ മാക്സിമം സ്പീഡിലാക്കി തരാം. പിന്നെ ബാക്കി പ്രൊസീജിയേഴ്സ് പോലീസ് വന്നിട്ട് അവര് നോക്കിക്കോളും. പോലീസൊക്കെ ഇവിടെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഡോക്ടർ? ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ആംബുലൻസിൽ ഇവിടെ അയച്ചാൽ മതിയായിരുന്നല്ലോ. നോർമലി ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തല്ലേ പറ്റൂ.